Welcome back to the video lecture series of fluid machinery. In this session, let us discuss about the working of some miscellaneous pumps. I am Sajan, Assistant Professor, Department of Mechanical Engineering, FISAT Angamali, Kerala. So let us start with the basic definition of a positive displacement pump. A positive displacement pump in which a fluid is moved by trapping a fixed amount of fluid and forcing the trapped volume into the discharge pipe. That is നമ്മൾ certain volume of water ട്രാപ്പ് ചെയ്ത് വെക്കുന്നു. അത് സിലിണ്ടറിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ക്യാവിറ്റിയിലായിരിക്കാം, ഗിയറിനും കേസിങ്ങിനും ഇടയിലുള്ള ക്യാവിറ്റിയിലായിരിക്കാം. ആ ട്രാപ്ഡ് വാട്ടറിനെ certain ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഡെലിവറി പൈപ്പിലേക്ക് അല്ലെങ്കിൽ ഡിസ്ചാർജ് പൈപ്പിലേക്ക് ഡെലിവർ ചെയ്യുന്നു. ദാറ്റ് ടൈപ്പ് ഓഫ് പമ്പ് ഈസ് കോൾഡ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. ആൻഡ് ഓൾറെഡി വി സ്റ്റഡീഡ് അബൌട്ട് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. Reciprocating pump is a type of positive displacement pump, and here we are dealing with the rotary type positive displacement pump, and it traps fluid in its closed casing and discharges a smooth flow. നമ്മളൊരു കേസിംഗ് ഉണ്ടാവും, ആ കേസിങ്ങിനും ഈ പറയുന്ന ടീത്തിനിടയിലേക്ക് അല്ലെങ്കിൽ ഗിയറിനിടയിലേക്ക് ആയിരിക്കും വാട്ടറിനെ നമ്മൾ ട്രാപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ ഒരു സ്മൂത്ത് ഫ്ലോ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ് റോട്ടറി ടൈപ്പ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. ഓക്കെ, it can handle almost any liquid that does not contain hard and abrasive solids. The main types of positive displacement pumps are gear pump, lobe pump, screw pump, and vane pumps. So let us start with the external gear pump. Two identical intermeshing spur gears accommodated in a casing. One gear is rotated with the help of an electric motor and drives the gear so that the other gear also will rotate. ഓക്കെ, ഒരെണ്ണം എന്തായിരിക്കും, ഡ്രൈവർ ആയിരിക്കും, അതർ വൺ ഡ്രിവൺ ഗിയർ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഒരു കേസിങ്ങിനകത്ത് രണ്ട് ഗിയർ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഡ്രൈവർ ഒരു മോട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഡ്രൈവർ ഗിയർ. ബിക്കോസ് ഓഫ് ദി റൊട്ടേഷൻ ഓഫ് ദാറ്റ് ഗിയർ ദി അതർ വൺ ഓൾസോ റൊട്ടേറ്റ്സ്. ആൻഡ് these two gears are rotates in opposite direction. That is, ഒന്ന് clockwise ആണെങ്കിൽ other one എന്തായിരിക്കും, anti clockwise ആയിരിക്കും. ഒരെണ്ണം clockwise, other one anti clockwise ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. The liquid to be pumped is trapped in between their teeth and the casing and flows to the discharge side. Okay, നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ വോളിയം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, പ്രഷർ കുറയും. സോ ദാറ്റ് വാട്ടർ വിൽ എൻറ്റേഴ്സ് ത്രൂ ദി ഇൻലെറ്റ് പോർട്ട്. ഓക്കെ, ഇവിടെ എൻട്രി ചെയ്യുന്ന വാട്ടർ ഈ ടീത്തിനിടയ്ക്ക് ഈ ക്യാവിറ്റിയിലേക്ക് വരും. ഈ പോക്കറ്റ്സിൽ കൂടെ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോകും. ഓക്കെ, ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇവിടെ എത്തുമ്പോഴേക്ക് അത് കംപ്രസ്ഡ് ആവും, പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ബിക്കോസ് നമുക്ക് ഈ ഗിയേഴ്സിനിടയിൽ കൂടെ, ഈ ടീത്തിനിടയിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യില്ല, വാട്ടർ താഴത്തേക്ക് മൂവ് ചെയ്യില്ല. സോ ദാറ്റ് വാട്ടർ വിൽ ലീവ് ത്രൂ ദി ഔട്ട്ലെറ്റ് പോർട്ട്. നമുക്കതൊരു കോൺസ്റ്റന്റ് എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ആയിരിക്കും ഓരോ റെവല്യൂഷനിലും നമുക്ക് ഇവിടെ കിട്ടുക. ഓക്കെ, as the gear comes out of mesh, they create expanding volume in the inlet side of the pump. Okay, so here, clear? So the liquid flows into the cavity and trapped by the gear teeth as they rotate. Liquid travels around the interior of the casing in the pockets between the teeth and the casing. It does not pass between the gears. Okay, finally, meshing of the gears forces liquids through the outlet port under pressure. This is about the external gear pump. Okay, and here is the external gear pump. This one is the internal gear pump. This is a lobe pump which is very similar to external gear pump. ഇത് ടീത്ത് കണക്കായിരിക്കില്ല, ലോബ് ആയിരിക്കും. ഇത് 3 ലോബ് പമ്പ് എന്ന് പറയാം. ഹിയർ ഇറ്റ് ഈസ് 2 ലോബ് പമ്പ്. ഓക്കെ, ടീത്ത് കണക്കിൽ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് 2 ആയതുകൊണ്ടാണ് 2 ലോബ് പമ്പ്. ഹിയർ ഇറ്റ് ഈസ് 3 ലോബ് പമ്പ്. ആൻഡ് ദിസ് വൺ ഈസ് എ വെയിൻ പമ്പ്. ഓക്കെ, so next is about internal gear pump. Here the liquid enters the suction port between the rotor and interior gear. നമുക്കൊരു exterior gear ഉണ്ട്, ഇത് interior gear ഉണ്ട്. Okay,
അതിന് ഇടയിലേക്കായിരിക്കും നമുക്ക് എൻ്റർ ചെയ്യുന്നത്, വാട്ടർ എൻ്റർ ചെയ്ത് പോകുന്നത്. ഓക്കെ, ലിക്വിഡ് ട്രാവൽസ് ത്രൂ ദ പമ്പ് ബിറ്റ്വീൻ ദ ടീത്ത് ഓഫ് ദ ഗിയർ വിത്തിൻ എ ഗിയർ. നമുക്കൊരു ഗിയർ ഉണ്ട്, അതിനകത്ത് വേറൊരു ഗിയർ ഉണ്ട്, അതിൻ്റെ ടീത്തിനിടയിലേക്ക് നമുക്ക് വാട്ടർ എൻ്റർ ചെയ്യുന്നു. ഇവിടെ ഒരു ക്രസൻറ്റ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ടാകും. ദാറ്റ് ഈസ് നമ്മളൊരു സൈഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഐഡ്ലർ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഗിയറിനെ പൊസിഷൻ ചെയ്തേക്കുന്നത്. സോ ദാറ്റ് മറ്റിടത്ത് എന്ത് ചെയ്യും, ഒരു ക്രസൻറ്റ്, ഒരു ചന്ദ്രക്കല പോലൊരു പോർഷൻ ഉണ്ടാവും. ഓക്കെ, അതാണ് ക്രസൻറ്റ് എന്ന് പറയുന്നത്. That shape divides the liquid and acts as a seal between the suction and discharge port. ആക്ച്വലി നമുക്ക് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവൻ റൊട്ടേറ്റ് ചെയ്യുന്നു, ഈ എക്സ്റ്റീരിയറും റൊട്ടേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് വാട്ടർ ഫ്ലൂയിഡ് എൻ്റർ ചെയ്യണത് ഇവിടെ എത്തുമ്പോഴേക്ക് ഇത് സെപ്പറേറ്റഡ് ആയിട്ട് ഈ ക്യാവിറ്റിയിലേക്ക്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിലേക്ക് വാട്ടർ എൻ്റർ ചെയ്യും. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഗിയേഴ്സ് തമ്മിൽ മെഷ് ആകുമ്പോൾ ഇവിടെ ഇപ്പോൾ ഗ്യാപ്പ് ഉണ്ടാവില്ല. ഹിയർ ഓൾസോ ബാക്കിലേക്ക് വരാൻ പൊസിഷൻ ഉണ്ടല്ലോ. സോ ദാറ്റ് പ്രഷർ വിൽ ഇൻക്രീസ് ആൻഡ് will leave the liquid through outlet port. Okay, and these are the application of internal gear pump and external gear pump. It is not much important for the exam point of view, but you have to study well. And next is a lobe pump. Lobe pumps are very similar to external gear pump in operation in that fluid flows around the interior of the casing. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഈ കേസിങ്ങിൻ്റെയും ഈ ലോബിൻ്റെയും ഗ്യാപ്പ് ഉണ്ടല്ലോ, ക്യാവിറ്റിയുടെ ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ ആയിരിക്കും വാട്ടറിനെ ക്യാരി ചെയ്യുന്നത്, അല്ലെങ്കിൽ ലിക്വിഡ് ഫ്ലൂയിഡിനെ ക്യാരി ചെയ്യുന്നത്. ഓക്കെ, ദ ലോബ്സ് ഡു നോട്ട് മേക്ക് കോണ്ടാക്ട്. നമ്മുടെ ഗിയർ പമ്പിലാണെങ്കിൽ അത് രണ്ടും കൂടെ ഒരെണ്ണം അതർ വണ്ണിനെ മൂവ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ രണ്ടും കൂടെ ഒരു കോണ്ടാക്ട് അല്ല, രണ്ടും തമ്മിലൊരു കോണ്ടാക്ട് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിലും ഈ ഒരു ലോബ് മറ്റേതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുകയല്ല ചെയ്യുന്നത്. ഒരു ഗിയർ ബോക്സ് സെപ്പറേറ്റ് സിസ്റ്റം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഗിയർ ബോക്സ്, എക്സ്റ്റേണൽ ടൈമിംഗ് ഗിയർ ബോക്സ് ആണ് എന്ത് ചെയ്യിക്കുന്നത്, ഈ ലോബിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. Okay, and which is very similar to the external gear pump. Okay, these are some applications of lobe pump. Okay, thank you for watching this video.